കൊണ്ടോട്ടി ഉപജില്ലാ കലോത്സവം വാഴക്കാട് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ചാണ് നടക്കുന്നത്. ഈ കലോത്സവം നാടിന് മാതൃകയാകുന്ന നിലയിൽ വളരെ ഗംഭീരമാക്കി നടത്തുന്നതിന് സ്കൂളും അതോടൊപ്പം തന്നെ മറ്റ് അധികൃതരുമൊക്കെ ഒരുപാട് മുന്നൊരുക്കങ്ങൾ നടത്തിയിട്ടുണ്ട്. വാഴക്കാട് ഇൻസ്പെക്ടർ നമ്മോട് പ്രതികരിക്കുകയാണ്. ഈ സ്കൂൾ കലോത്സവത്തിന് എന്തെല്ലാം രീതിയിലുള്ള മുന്നൊരുക്കങ്ങളാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്? നമ്മുടെ സബ് ഡിവിഷനിൽ നിന്ന് ഏകദേശം 60ഓളം പോലീസുകാരെയാണ് നമ്മൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഈ 60 പോലീസുകാർ ട്രാഫിക്, ലോ ആൻഡ് ഓർഡർ എല്ലാ കാര്യങ്ങളും കൃത്യമായി നോക്കാൻ ഉണ്ട്. അതേപോലെ തന്നെ ഇവിടുത്തെ GDRF വോളണ്ടിയേഴ്സ്, അല്ലാതെ SPC, NCC എല്ലാ ആൾക്കാരുടെയും ഒരു കൂട്ടായ പ്രവർത്തനം ഇതിനുണ്ടാവും. നല്ല രീതിയിൽ ഒരു പ്രശ്നവുമില്ലാതെ ഈ 4 ദിവസം നല്ല രീതിയിൽ കുട്ടികളുടെ പരിപാടി അവതരിപ്പിച്ച് നല്ലൊരു റിസൾട്ട് ഉണ്ടാക്കാൻ പോലീസും ജനങ്ങളും ഈ സ്റ്റാഫുകളും എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് തീരുമാനമെടുത്തിട്ടുണ്ട്. അത് നടപ്പാവും എന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. ട്രാഫിക് നിയന്ത്രണങ്ങളൊക്കെ എങ്ങനെയാണ് തീരുമാനിച്ചിട്ടുള്ളത്? പോലീസ് രാവിലെ മുതൽ ഈ ട്രാഫിക്കിനുണ്ടാവും. അതേപോലെ തന്നെ വോളണ്ടിയേഴ്സിനെയും നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അവർക്ക് പ്രത്യേക നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. വണ്ടി പാർക്ക് ചെയ്യേണ്ട ഗ്രൗണ്ടുകളെക്കുറിച്ചും, വണ്ടി നമ്മുടെ സ്കൂളിൻ്റെ ബാക്ക് വശം പള്ളി ഗ്രൗണ്ടിൽ ഏകദേശം നല്ല ഒരു വണ്ടികൾ പാർക്ക് ചെയ്യാൻ പറ്റും. അത് സ്കൂളിൻ്റെ തൊട്ട് അടുത്ത് തന്നെ ഒരു 10-30ഓളം വണ്ടികൾ പാർക്ക് ചെയ്യാം. വലിയ ബസ്സുകൾ വാലില്ലാപ്പുഴ മുതൽ എളമരം വരെ അവിടെ ഗ്രൗണ്ടുകളുണ്ട്. കൊയ്പ്പത്തടി സ്കൂളിൻ്റെ ഗ്രൗണ്ടുണ്ട്. അവിടെയൊക്കെ വലിയ ബസ്സുകളും നമുക്ക് പാർക്ക് ചെയ്യാൻ സാധിക്കും. പിന്നെ മറ്റ് വണ്ടികൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ ഈ റോഡിലെന്ന് പറഞ്ഞാൽ ചീനി ബസാർ മുതൽ ഈ ഇക്ര ഹോസ്പിറ്റലിൻ്റെ അടുത്ത് വരെ ഒരു വണ്ടികളും പാർക്ക് ചെയ്യാൻ അനുവദിക്കത്തില്ല. ബാക്കിയുള്ള സ്ഥലങ്ങളിൽ മറ്റ് വാഹനങ്ങൾക്കും യാത്രക്കാർക്കും ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ വണ്ടികൾ പാർക്ക് ചെയ്യുന്നത്. നമ്മോട് പ്രതികരിക്കുന്നത് AEO ആണ്. കൊണ്ടോട്ടിയുടെ ഒരു മുഴുവൻ സ്കൂളുകളും വാഴക്കാട്ടേക്ക് എത്തുമ്പോൾ അതിനെ സ്വീകരിക്കുന്നതിന് വേണ്ടി, കുട്ടികളുടെ കലാവിരുന്നുകൾ ആസ്വദിക്കുന്നതിന് വേണ്ടി അതിനുവേണ്ട സൗകര്യം എന്തെല്ലാമാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്? എത്രമാത്രം ഇതിൻ്റെ ഒരു വിലയിരുത്തൽ നടത്തുമ്പോൾ നിങ്ങൾക്കൊരു സംതൃപ്തി തോന്നുന്നുണ്ട്? ഇന്നത്തെ ദിവസം നമുക്ക് ഓഫ് സ്റ്റേജുകളാണ് നടന്നിട്ടുള്ളത്. 2000ഓളം കുട്ടികൾ ഇവിടെ വന്നു പോയിട്ടുണ്ട് ഇന്നത്തെ ദിവസം. വളരെ നല്ല രീതിയിലാണ് നാട്ടുകാരും സ്കൂളും പോലീസും ഉൾപ്പെടുന്ന ഒരു സംഘം വളരെ നല്ല രീതിയിൽ എല്ലാ കാര്യങ്ങളും നിയന്ത്രിച്ചുകൊണ്ട് വളരെ ഭംഗിയായിട്ട് ഇന്നത്തെ പരിപാടികൾ അവസാനിച്ചിട്ടുണ്ട്. എല്ലാവരുടെയും ഒരു ഒത്തൊരുമയോട് കൂടിയുള്ള പ്രവർത്തനം കൊണ്ടാണ് ഇത് ഇന്ന് തുടക്കത്തിൽ തന്നെ ഇത്രയും നല്ലൊരു രീതിയിൽ ഇത് അവസാനിപ്പിക്കാൻ സാധിച്ചത്. ഇനിയുള്ള ദിവസങ്ങളിലും 3, 4, 5, 6 ദിവസങ്ങളിലും എല്ലാവരുടെയും ഒരു സഹകരണം ഇതിൽ ഞങ്ങൾ പ്രതീക്ഷിച്ചുകൊള്ളുന്നു. ഇന്ന് ഗേറ്റിലും ട്രാഫിക്കിലുമെല്ലാം സേവനം ചെയ്തിട്ടുള്ള TDRF വളണ്ടിയർമാർ, ഇന്നത്തെ ഒരു അവസ്ഥ എന്തായിരുന്നു? തിരക്കുണ്ടായിരുന്നോ? കുട്ടികളുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്താണ് കാര്യങ്ങൾ? ഇന്ന് പറഞ്ഞാൽ ബമ്പ തിരക്കേനി, ബമ്പ റിസ്ക്കേനി. ആൾക്കാർ പറഞ്ഞാൽ കേൾക്കലും കമ്മിയാണ്. എന്നാലും കുഴപ്പമൊന്നുമില്ല, നല്ല ഉഷാറായിനി. ഇന്ന് കുറച്ചു നേരം നല്ല തിരക്ക് തന്നെയായിരുന്നേ. പിന്നെ വലിയ കുഴപ്പമുണ്ടായില്ല. ഇല്ല, പിന്നെ എല്ലാം നല്ല ഉഷാറായിട്ട് നീങ്ങിണ്ട്. നല്ല തിരക്കുണ്ടായിരുന്നു, ബുദ്ധിമുട്ടില്ലാതെ റെഡി ആയി പോകും. എന്താണ് ഇന്നത്തെ ഒരു സേവനം? നല്ല തിരക്കായിരുന്നു. പിന്നെ 130ഓളം സ്കൂളുകൾ, 5000-ലേറെ വിദ്യാർത്ഥികൾ വാഴക്കാട്ടേക്ക് എത്തുമ്പോൾ ഇവിടെ അതിനെ നിയന്ത്രിക്കുന്നതിന് വേണ്ടി സ്കൂൾ അധികൃതർ വളരെ വലിയൊരു സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. TDRF, ട്രോമ കെയർ, ERF, അതോടൊപ്പം മറ്റ് ക്ലബ്ബുകൾ, അതോടൊപ്പം മറ്റ് സ്കൂളിൻ്റെ ഫോഴ്സുകൾ, NCC, SPC, NSS അടക്കമുള്ള ഫോഴ്സുകളടക്കം ഒരു വലിയ വോളണ്ടിയർ സംവിധാനം ഒരുക്കി ഇവിടേക്ക് എത്തുന്ന ഓരോരുത്തർക്കും നല്ല സേവനം നൽകാനുള്ള ഒരുക്കത്തിലാണ് അധികൃതർ. ഓക്കെ. വാർത്തകൾ നേരത്തെ അറിയാൻ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യൂ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.